ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. പ്രഡിക്ഷൻ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ ഗ്രൂപ്പിൻ്റെ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ, ഫസ്റ്റ് പ്രഡിക്ഷൻ. സോ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പ്രഡിക്ഷൻ ആണ് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. കൂടുതലും AFSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതലും വരാറുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൻ്റെതും വരാറുണ്ട്, കൂടുതൽ AFSലാണ് വരാറ്. ബിസിനസ്സിൻ്റെ ഡിസൊല്യൂഷൻ്റെ സമയത്തുള്ള ലോസ് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും, അസറ്റ്സ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും എന്നുള്ളത്. ലോസ് നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് വേണം ലോസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എടുത്ത് പേ ഓഫ് ചെയ്യണം. എന്നിട്ടും തികഞ്ഞില്ലെങ്കിൽ പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ സ്വന്തമായിട്ട് കൊണ്ടുവരണം. ഇതാണ് ആ 3 സെൻറ്റൻസ് എഴുതിയാൽ 3 മാർക്ക് കിട്ടും. ദെൻ അസറ്റ്സ് എങ്ങനെ അപ്ലൈ ചെയ്യും, അതായത് അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, അത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുക. ആദ്യം റിയലൈസേഷൻ എക്സ്പെൻസ് പേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം തേർഡ് പാർട്ടീസിലെ ബിസിനസ്സിന് പുറമെയുള്ള ആളുകൾ, ക്രെഡിറ്റേഴ്സ്, ലോൺ, ബിൽസ് പേബിൾ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഇങ്ങനെയുള്ള ആളുകളുടെ കടം വീട്ടാൻ വേണ്ടി ഉപയോഗിക്കണം. എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ലോൺ തിരിച്ചു വീട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. എന്നിട്ടും ബാക്കിയുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണം. എന്നിട്ടും ഇനി എമൗണ്ട് ബാക്കിയുണ്ടെങ്കിൽ ബാക്കി അവർക്ക് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ പ്രോഫിറ്റ് എന്ന രീതിക്ക് അവർക്കതിനെ വീതിച്ചെടുക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട 2 തിയറി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ചാപ്റ്റർ 4 നിന്ന് പഠിച്ചിട്ട് പോകേണ്ടതാണ്. സോ ഇതേപോലെയുള്ള പ്രഡിക്ഷൻ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്